ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊരു പായസം തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് പായസങ്ങളിൽ ഒന്നായിട്ട് ഉറപ്പായിട്ടും ഇത് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ സേമിയ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയും ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ പായസത്തിലേക്ക് മുന്തിരിയോ തേങ്ങാക്കൊത്തോ ചേർക്കണം എന്നുള്ളവർക്ക് അതും ഈ ഒരു സമയം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ പായസത്തിൽ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ബാക്കി വന്ന അതേ നെയ്യിലേക്ക് നമുക്കിനി സേമിയ ചേർക്കാവുന്നതാണ്. 1 കപ്പ് നിറയാണ് കേട്ടോ ഞാനിപ്പോൾ സേമിയ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. ആ സേമിയ ചേർക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത സേമിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ വറുത്ത സേമിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ കൂടി ലൈറ്റായിട്ട് ഇതുപോലെ നെയ്യിൽ ചേർത്തൊന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കരുത്. ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകട്ടെ. സേമിയ ചേർത്ത് കഴിഞ്ഞ് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇത്രേ തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. സേമിയ വറുത്ത് കോരി മാറ്റിയപ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ മാത്രം നമുക്കിനി നെയ്യ് ബാക്കിയുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് നിറയെ ഞാനിപ്പോൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് പെട്ടെന്നൊന്ന് കാരമലൈസ് ആയി കിട്ടാനായിട്ട് 1-2 ടീസ്പൂൺ അളവിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കാം. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഇത് കളർ മാറി കിട്ടും. നമുക്ക് വെള്ളം കൂടിപ്പോകരുത്. ഇപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കാരമലൈസ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ഒരുപാട് ഡാർക്ക് കളർ ആയി പോകരുത്. എങ്കിൽ പിന്നെ ആ പാടെ ടേസ്റ്റ് മാറിപ്പോകും. ഒരു ചെറിയൊരു ബ്രൗൺ കളർ മാത്രം വന്നാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കാരമലൈസിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് കളർ ആയിട്ടില്ല. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി അതുകൂടി ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇങ്ങനെ നമ്മൾ കാരമലൈസിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുമ്പോൾ ആ കണ്ടൻസ്ഡ് മിൽക്കും ഒന്ന് കാരമലൈസ് ആയി കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ പിന്നെ കിട്ടുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളം കൂടിയാണ്. 1 കപ്പ് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മുടെ കാരമലൈസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് പാല് ചേർക്കാം. അതല്ല നമ്മൾ ചൂട് കാരമലൈസിലേക്ക് ചിലപ്പോൾ പാല് ചേർക്കുമ്പോൾ ചില സമയങ്ങളിൽ പിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാനാണ് കേട്ടോ ഒരല്പം വെള്ളം ചേർത്ത് ഇങ്ങനെ ഒന്ന് അലിയിച്ചെടുക്കുന്നത്. നല്ല രീതിക്ക് തന്നെ നമ്മുടെ കാരമൽ എല്ലാം ഒന്ന് ഒരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആ കട്ടയൊന്നും ഇല്ലാതെ മാറി കിട്ടുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് പാല് ചേർക്കാവുന്നതാണ്. 1 ലിറ്റർ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർത്തിട്ടുള്ളത്. പശുവിൻ പാലാണ്. നല്ല ചൂടായിട്ട് വേണം പാൽ ഇതിലേക്ക് ചേർക്കാനായിട്ട്. പാല് ചേർത്ത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം പാല് ചൂടുള്ളതിൻ്റെ പേരിൽ ഇനി തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർക്കാവുന്നതാണ്. സേമിയയ്ക്കൊപ്പം തന്നെ ഏകദേശം 1 മണിക്കൂറായിട്ട് ഒരു 1/4 കപ്പ് ചവ്വരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ആ ചവ്വരിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലൊന്ന് വെച്ചിട്ട് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പായസം എപ്പോഴും ഇളക്കി കൊടുത്ത് വേണം കേട്ടോ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പാലായതിൻ്റെ പേരിൽ നമ്മൾ ഇളക്കി കൊടുക്കാതെ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാലിൻ്റെ പാട ഇങ്ങനെ സൈഡിലായിട്ട് പിടിക്കും. അതുപോലെ തന്നെ പാൽപ്പാടയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ പായസത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എപ്പോഴും കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ സേമിയ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. സേമിയ വേകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചവ്വരിയും വെന്ത് കിട്ടും.
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സേമിയ ഒരു പകുതിയോളം അളവിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമ്മുടെ സേമിയ ഒന്ന് വേകാനായിട്ടുണ്ട്. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സേമിയയും സാബൂനയും അതായത് ചവരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മളിപ്പോൾ മധുരം നോക്കിയിട്ട് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയം ചേർക്കാവുന്നതാണ് കൂടുതലായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടിയാണ് കേട്ടോ. ഒരല്പം മാത്രം വാനില എസൻസും കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒരല്പം മാത്രം വാനില എസൻസ് കൂടി ചേർത്തിട്ട് നമ്മൾ ഈ സേമിയ പായസം തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. സാധാരണ നമ്മൾ സേമിയ പായസം തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കാരമൽ പായസം തയ്യാറാക്കുമ്പോൾ അപ്പോൾ സേമിയ പായസം ചേർത്തും ചേർക്കാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ പച്ചസാരയും ഏലക്ക പൊടിച്ചതും വാനില എസൻസും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റിൽ വേണ്ടത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു സേമിയ പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ നമ്മുടെ സേമിയ പായസം തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ അതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം തന്നെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പായസം പലർക്കും പല രീതിയിൽ കുടിക്കാനായിരിക്കും ഇഷ്ടം. ചിലർക്ക് ചൂടോട് കുടിക്കണം, അതല്ല ചിലർക്ക് വന്നിട്ട് തണുപ്പിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. എങ്ങനെ കഴിച്ചാലും ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലൊരു സേമിയ പായസം നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.